ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂൺ 7 ചൊവ്വാഗ്രഹം അതിൻ്റെ നീചരാശിയായ കർക്കിടക രാശിയിൽ നിന്നും അഗ്നിരാശിയായ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ ജൂലൈ 10 ആകുമ്പോൾ ചൊവ്വാഗ്രഹത്തിന് ചിങ്ങരാശി നിൽക്കുന്ന കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നു. അപ്പോൾ ചൊവ്വയുടെ ചിങ്ങ രാശിയിലേക്കുള്ള രാശി മാറ്റവും കേതുവുമായിട്ടുള്ള യോഗവും ഓരോ കൂറുകാരെയും ഓരോ ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ 3 മുതൽ ചൊവ്വാഗ്രഹം കർക്കിടക രാശിയിലാണ്. കർക്കിടക രാശി ജലരാശിയാണ്, ചൊവ്വയുടെ നീചരാശിയാണ്. അപ്പോൾ ആ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ് ചൊവ്വ. ആ ചൊവ്വ ജൂൺ 7 ആകുമ്പോൾ ആ നീചരാശിയിൽ നിന്ന് പുറത്തു വരുന്നു. അഗ്നിരാശിയായ മിത്രരാശിയായ സൂര്യൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ജൂലൈ 28 വരെ ആ ചൊവ്വാഗ്രഹം രാശിയിൽ ഉണ്ടാകും. ജൂലൈ 10 മുതൽ ചൊവ്വ ഗ്രഹം ആ ചിങ്ങരാശി നിൽക്കുന്ന കേതുവുമായിട്ട് യോഗം ചെയ്യുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടെ നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ചൊവ്വാഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ധൈര്യത്തിൻ്റെ ഗ്രഹമാണ്, പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹമാണ്, നമുക്ക് വളരെ ഒരു കമാൻഡിങ് പവർ, ആജ്ഞാശക്തിയുടെ ഗ്രഹമാണ്, മത്സരബുദ്ധിയുടെ ഗ്രഹമാണ്. അതുപോലെ ആക്രമണ വാത്സന, ആക്രമണം, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഊർജ്ജസ്വലത, വികാരാവേശം, ആത്മവിശ്വാസം, ഇവയുടെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ഈ ചൊവ്വാഗ്രഹത്തെ കാണാം. അതുപോലെ നമുക്ക് ഈ സ്പോർട്സിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അത്ലറ്റിക്സ്, അവർക്ക്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, സഹോദര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത്, അതുമൊക്കെ തന്നെ ഈ ചൊവ്വയുടെ കാരകത്വം ആണ്. ആ ചൊവ്വയെക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവയുടെയൊക്കെ ഗ്രഹമാണ് ജലരാശിയിൽ നിന്നും മാറി അഗ്നി രാശിയിലേക്ക് രാശി മാറുന്നത്. അതായത് അഗ്നിരാശി എന്ന് പറയുമ്പോൾ ചിങ്ങരാശിയാണ്, സൂര്യൻ്റെ രാശിയാണ്. ചൊവ്വയുടെ മിത്രഗ്രഹമാണ് ആ സൂര്യൻ്റെ രാശി എന്ന് പറയുന്നത്. അപ്പോൾ മിത്രരാശിയിലേക്കാണ് ചൊവ്വയുടെ രാശി മാറ്റം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ചൊവ്വയുടെ കാരകത്വങ്ങൾക്ക് ഒരു ശക്തി കൂടുന്ന സമയമാണ്. ജൂലൈ 10 കഴിയുമ്പോൾ കേതുവുമായിട്ടുള്ള യോഗമൊക്കെ വരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ചിങ്ങരാശിയിൽ വരുന്ന ചൊവ്വാഗ്രഹം 3 നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആദ്യം മഖനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു ജൂൺ 29 വരെ. ജൂൺ 30 മുതൽ അത് പൂരം നക്ഷത്രത്തിലേക്ക് മാറുന്നു, അതായത് ശുക്രൻ്റെ നക്ഷത്രത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ജൂലൈ 23 ആകുമ്പോൾ അത് സൂര്യൻ്റെ നക്ഷത്രമായ ഉത്തര നക്ഷത്രത്തിലേക്ക് രാശി മാറുന്നു. പൊതുവേ നമുക്ക് ഈ ചൊവ്വാഗ്രഹം ചിങ്ങരാശി നിന്നിട്ട് അതിൻ്റെ 4, 7, 8 ഭാവരാശികളിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അങ്ങനെ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കുജൻ്റെ രാശിമാറ്റവും കുജനും കേതുവുമായിട്ടുള്ള യോഗവും ചില പോസിറ്റീവ് ഇമ്പാക്റ്റും ചില നെഗറ്റീവ് ഇമ്പാക്റ്റും ഓരോ കൂറുകാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റവും ചൊവ്വയും കേതുവുമായിട്ടുള്ള യോഗവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ എന്ന് പറയുന്നത് 4ാം ഭാവാധിപനാണ്, 9ാം ഭാവാധിപനാണ്, യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വാഗ്രഹം. അത്തരത്തിലുള്ള ഒരു ചൊവ്വാഗ്രഹം ജൂൺ 7 അവരുടെ 12ാം ഭാവരാശിയിൽ നിന്ന് ജന്മരാശിയിലേക്കാണ് ആ ചൊവ്വാഗ്രഹം രാശി മാറുന്നത്. ജൂലൈ 28 വരെ ആ ചൊവ്വാഗ്രഹം ജന്മരാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ പ്രത്യേകിച്ച് 2 മാസത്തിൽ നമുക്ക് വന്ന വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ, അവയ്ക്കൊക്കെ നമുക്കൊരു മാറ്റമുണ്ടാകും. ഭാഗ്യഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയാണ്
ജന്മരാശിയിലേക്ക് വരുന്നത്. അത് പൊതുവെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഗുണാനുഭവമൊക്കെ ആ ചൊവ്വാഗ്രഹം ജന്മരാശിയിൽ വരുമ്പോൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ജന്മരാശി ചൊവ്വയുടെ മിത്രരാശിയും കൂടെയാണ്. പൊതുവേ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായാലും ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല്, ഒരു കഴിവ് നമുക്ക് ഈ സമയത്തുണ്ടാവും. കുടുംബത്തിലൊക്കെ ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് പൊതുവേ ഈ ജൂൺ 7 കഴിയുമ്പോൾ ചൊവ്വാഗ്രഹം ജന്മരാശിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിനൊക്കെ ഒരു തിളക്കമുണ്ടാകും. അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം ഈ കൂറുകാരുടെ ഭാഗത്ത് വർദ്ധിക്കുന്ന സമയമാണ്. ഏത് കാര്യത്തിലും നമുക്ക് ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തീരുമാനമെടുക്കാൻ കഴിയും. ഒരു നേതൃപാഠമൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും. ധൈര്യമൊക്കെ വരും. മുൻകോപം കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജന്മരാശിയിൽ ചൊവ്വ വരുമ്പോൾ അല്പം നമുക്ക് ഒരു ക്ഷിപ്രകോപമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പ്രകോപനപരമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഒരു പ്രവണത ഉണ്ടാകും. അവിടെയും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം 4 ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ആ ജന്മരാശിയിൽ വരുന്നത്. അപ്പം 4 പറയുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്നവർ, അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് അവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും. പബ്ലിക് പെർഫോമൻസ് ഒക്കെ ശക്തമാകുന്ന സമയമാണ്. പൊതുവെ ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകും. വിദേശത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ നേട്ടം ഉണ്ടാകും. അതുപോലെ വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ 4 ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ജന്മരാശിയിൽ വരുന്നത്, പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപനും കൂടിയാണ് ആ ചൊവ്വ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു സമയമായിട്ടും കൂടെ കാണണം. മാതാവുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പഠന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ശ്രദ്ധയുണ്ടാകും. കാരണം 4 ഭാവാധിപൻ 4 ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠന മികവിനൊക്കെ വഴിയുണ്ടാക്കും. അതുപോലെ ഈ ചൊവ്വ എന്ന് പറയുന്നത് കളത്ര സ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു, 7 ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 7 രാഹു നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് രാഹു 7 നിൽക്കുകയും ചൊവ്വ 7 നോക്കുകയൊക്കെ ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഒരു ശ്രദ്ധ വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ വേണം. അതുപോലെ തന്നെ ഈ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ വിഷയങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കാതെ വിവേകപൂർവം ആലോചിച്ച് തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം 7 രാഹു 7 ചൊവ്വ രണ്ടും ഒരു തർക്കത്തിൻ്റെ ഗ്രഹമാണ്. ഒരു പ്രത്യേകിച്ച് രാഹു ആണെങ്കിൽ ഇല്യൂഷൻ്റെയൊക്കെ ഗ്രഹമാണ്, എടുത്തുചാട്ടത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അതേസമയം അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ നമുക്ക് ബിസിനസ് വിപുലമാക്കുന്നതിനും ബിസിനസ്സിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകുന്നതിനൊക്കെ അനുകൂലമാണ്. അതേസമയം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുജൻ 8 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അഷ്ടമത്തിലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു. അഷ്ടമത്തിൽ അതുപോലെ ശനി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ചില വിഷയങ്ങളിൽ ഇപ്പോൾ യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അതേസമയം നമുക്ക് ചില പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ആത്മീയ ചിന്തയൊക്കെ കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ധ്യാനം, അതുപോലെ യോഗ ഇവയൊക്കെ ശീലിക്കുന്നത് പ്രത്യേകിച്ച് മാനസികമായിട്ട് നമുക്ക് ഉണ്ടാകാവുന്ന ആ സ്ട്രെസ്സൊക്കെ കുറയാൻ സഹായകമാണ്. സ്പിരിച്വലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന സമയം കൂടെയാണ്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ച് നമുക്ക്
ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ ആശ്വാസം കണ്ടെത്താനും കൂടെ കഴിയുന്ന സമയമാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കണം. അതുപോലെ ഓവർ കോൺഫിഡൻസ് നമ്മൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് പ്രാണായാമ, യോഗ ഇവയൊക്കെ ശീലിക്കുന്നത് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ബാലൻസ് സൃഷ്ടിക്കുന്നതിന് അത് സഹായകമാണ്. അതേസമയം ജൂലൈ 10 ആകുമ്പോൾ ആ ചൊവ്വാഗ്രഹം കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. അപ്പോൾ അത് പൊതുവെ ശരീരബലം, അതുപോലെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനം, മത്സരവീര്യം, വികാര ആവേശം ഇവയൊക്കെ കൂട്ടുമെങ്കിലും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനും ചതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഞ്ചനയിലോ അകപ്പെടുന്നതിനുമൊക്കെ ഒരു സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അതുപോലെ ഭൗതിക കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ആ കേതുവുമായിട്ടുള്ള യോഗം വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഏത് പ്രശ്നങ്ങളിലും ഒരു നിസ്സംഗത, ഒരു പിൻവലിയൽ അല്ലെങ്കിൽ ഒക്കെ ചിലപ്പോൾ ആ കേതുവുമായിട്ടുള്ള യോഗം കുജന് വരിക വഴി ജൂലൈ 10 ശേഷം ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ ജൂലൈ 10 മുതൽ ആ കേതുവും കുജനുമായിട്ട് യോഗം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തിലും പിൻവലിയാതെ ശ്രദ്ധാപൂർവം തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്യലഗ്നക്കാർക്കും ഈ ചൊവ്വ ഗ്രഹം ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും ആ ചിങ്ങരാശി നിൽക്കുന്ന കേതുവുമായിട്ട് യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. അതായത് കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 3ാം ഭാവാധിപനുമാണ്, അഷ്ടമ ഭാവാധിപനുമാണ്. ഈ 3ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ 7 അവരുടെ 11ാം ഭാവരാശിയിൽ നിന്നും 12ാം ഭാവരാശിയിലേക്കാണ് ആ ചൊവ്വ രാശി മാറുന്നത്. ജൂലൈ 28 വരെ ആ ചൊവ്വാഗ്രഹം 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പം ചൊവ്വ അഷ്ടമ ഭാവാധിപനാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം 12 വരിക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്പിരിച്വലായിട്ടുള്ള യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. അവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും. അതേസമയം ചെലവ് കൂടാനും സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം വരും, അപ്രതീക്ഷിതമായിട്ടൊക്കെ പണം വരാം എങ്കിലും അവ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വീതിക്കേണ്ട, ചെലവ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടുതൽ ആത്മീയമായ കാര്യങ്ങളിലേക്കൊക്കെ ആ പണച്ചെലവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പം ചൊവ്വ 3ാം ഭാവാധിപനും കൂടിയാണ്. ആ 12 നിൽക്കുന്ന ചൊവ്വാഗ്രഹം 3ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 3ാം ഭാവാധിപൻ 3ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവേ നമുക്ക് ധൈര്യമൊക്കെ ഉണ്ടാകും, ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു പരിശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. കൂടുതലൊക്കെ വർക്കിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടാകും. പ്രയത്ന ഫലമൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഇളയ സഹോദരങ്ങളുമായിട്ടൊക്കെ ഉള്ള ആ ബന്ധം അത് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അവരിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ പ്രവർത്തന മേഖലയിലൊക്കെ നേതൃതലത്തിലൊക്കെ എത്തുന്നതിനും കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കുന്നതിനുമൊക്കെ 3ാം ഭാവരാശാധിപനായിട്ടുള്ള ചൊവ്വ 3ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് വഴിതെളിക്കും. അതുപോലെ തന്നെ ഈ 3ാം ഭാവത്തിൻ്റെ കാരകനാണ് ചൊവ്വ എന്ന് പറയുന്നത്. അപ്പം ആ ഭാവകാരകൻ ഭാവത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രഭാഷണത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഈ അയൽവക്കക്കാരുമായിട്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഉള്ള ബന്ധം ഒക്കെ, അതിലൊക്കെ നമ്മളൊരു കെയർ വേണം. കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അത് ആവശ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് കാണുന്നുണ്ട്. കുജൻ 6ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പൊതുവെ 6ലേക്ക് രാഹുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അത് ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ളൊരു കഴിവ് നമുക്ക് തരും. ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് തരും. ദൈനംദിന വർക്കിലൊക്കെ നമ്മൾ കാര്യക്ഷമതയുണ്ടാകും.
ദിനചര്യയൊക്കെ സുഗമമാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് തമോ ഗ്രഹമാണ് 6ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്, തമോ ഗ്രഹമാണ് 6ൽ നിൽക്കുന്നത്. അതുപോലെ നമുക്ക് ഈ കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മുക്തി അല്ലെങ്കിൽ ആ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ നമ്മൾ കടം എടുത്ത് തന്നെ കടം വീടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതിനൊക്കെ അനുകൂലമായ സമയമാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിലീഫ് ഉണ്ടാകും. എന്തെങ്കിലും ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ചികിത്സയിലൂടെ തന്നെ നമുക്ക് ആശ്വാസം, അതിൻ്റെ റിക്കവറിയൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു പോരാട്ടത്തിലായിരിക്കും എന്ന് തന്നെ പറയാം ഈ കൂറുകാർ. അതുപോലെ സേവന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും എന്നും കൂടെ പറയാം. പ്രത്യേകിച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ അഡ്വക്കേസി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, നിയമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ചൊവ്വ 7ാം ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന സമയമാണ്. 7ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെയും കൂടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പം മാരിറ്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ അല്പം കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. അല്പം സംയമനമൊക്കെ ദമ്പതിമാരുടെ ഭാഗത്ത് ഈ സമയത്ത് വേണം. കഴിവതും കൂടുതൽ അഗ്രസീവ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ദോഷം ചെയ്യും. പ്രത്യേകിച്ച് മാരിറ്റ് റിലേഷൻഷിപ്പിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വയുടെ 7ലേക്കുള്ള ദൃഷ്ടി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ തന്നെ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. ചിലർക്ക് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ നഷ്ടസാധ്യതയും കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കെയർ വേണം. അതേസമയം ജൂലൈ 10 ആകുമ്പോൾ ഈ ജൂലൈ 10 ഈ ചൊവ്വാഗ്രഹം 10 മുതൽ ഈ 12 നിൽക്കുന്ന കേതുവുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് ജൂലൈ 10 കഴിയുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നമ്മുടെ ബോഡി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ആരോഗ്യ കാര്യങ്ങൾക്ക് ഒക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ ധനപരമായിട്ടുള്ള വ്യയത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണം. മറ്റുള്ളവരിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതായത് ചില കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുന്നതിന് വരാതെ ഇന്ന് പിൻവലിയാനുള്ളൊരു മനോഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ആത്മീയ കാര്യങ്ങളിലും അതുപോലെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ ആതുര സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സഹായം, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് 12ാം ഭാവരാശിയിൽ നിൽക്കുന്ന കേതു എന്ന് പറയുമ്പോൾ സ്പിരിച്വാലിറ്റിക്ക് ഗുണാനുഭവം നൽകുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഈ ചൊവ്വാഗ്രഹം ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും ചിങ്ങരാശി നിൽക്കുന്ന കേതുവുമായിട്ട് ചൊവ്വയ്ക്ക് യോഗം വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാർ എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദത്തിൽ പെടുന്നവർ, ചോതി അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 2ാം ഭാവാധിപനുമാണ്, 7ാം ഭാവാധിപനുമാണ്. ആ 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം അവരുടെ കർമ്മസ്ഥാനത്ത് നിന്ന് ജൂലൈ 7 11ാം ഭാവരാശിയിലേക്ക്, നേട്ടത്തിൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. ജൂലൈ 28 വരെ ആ ചൊവ്വാഗ്രഹം നേട്ടത്തിൻ്റെ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവെ നമുക്ക് അത് ഈ 11ാം ഭാവത്തിലാണ് ആ കേതു നിൽക്കുന്നത്. 11ാം ഭാവത്തിലേക്കാണ് ആ കുജൻ രാശി മാറി വരുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ധനപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. പല സോഴ്സുകളിൽ നിന്നുള്ള വരുമാന മാർഗം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സാമൂഹ്യ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ, ഇവയൊക്കെ തന്നെ നമുക്ക് നേട്ടം ഉണ്ടാകുന്നതിന് സഹായകമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് കാണാം. 11 കേതുവും ദോഷം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉന്നത വ്യക്തികളുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ വളരെ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനൊക്കെ സഹായകമാകും. പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും ചൊവ്വാഗ്രഹം 11 വരുന്നതും ആ 11 കേതുവിൻ്റെ സ്ഥിതിയൊക്കെ വരുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഈ മൂത്ത സഹോദരങ്ങളുടെ ഒക്കെ ഒരു സഹായമൊക്കെ ഉണ്ടാകും, ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകും, സാമൂഹ്യ ജീവിതത്തിലൊക്കെ ഒരു പ്രശസ്തിയൊക്കെ നമുക്കുണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കുജൻ ധനഭാവാധിപനാണ്. ധനഭാവാധിപനായിട്ടുള്ള ചൊവ്വ 11-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2ഉം 11-ഉമായിട്ടുള്ള ഒരു ബന്ധം ഈ സമയത്തുണ്ട്. അത് പ്രത്യേകിച്ച് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ്. പണം ആർജിക്കുന്നതിനുള്ള, പണം വരുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് ഈ സമയത്ത്, പണം കൂട്ടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അതുപോലെ കുടുംബത്തിൽ ബന്ധുക്കളുടെയൊക്കെ ഒത്തുചേരലിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. സംസാരത്തിലൊക്കെ ഒരു വശ്യത ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെടും. കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതൽ ഇമ്പ്രസീവ് ആകും. അതേസമയം ചൊവ്വയാണ് 2-ൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പ്രകോപനപരമായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് നമുക്ക് ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. 5-ാം ഭാവരാശിയിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 5-ാം ഭാവാധിപതി ശനിയാണ്. അപ്പോൾ 5-ാം ഭാവരാശിയിൽ രാഹു നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ പൊതുവേ നമുക്ക് ക്രിയേറ്റീവ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ഓഹരി വിപണിയിലൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. അതേസമയം സന്താനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കുജൻ 6-ാം ഭാവരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് 6-ൽ രാഹു നിൽക്കുന്ന സമയമാണ്, 6-ൽ ശനി നിൽക്കുന്ന സമയമാണ്, 6-ൽ ശനി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ 6-ാം ഭാവരാശിയിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഈ കേസുകളിലൊക്കെ, എന്തെങ്കിലുമൊക്കെ കേസുകൾ, വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ ശോഭിക്കാൻ കഴിയും. അതുപോലെ തന്നെ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്തും. കടബാധ്യത കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ ലോൺ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിലിടത്തൊക്കെ പൊതുവേ നമുക്ക് സേവന മേഖലയിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും. കൂടുതൽ ഊർജ്ജസ്വലതയും കാര്യക്ഷമതയൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകുന്നതിനൊക്കെ ആ 6-ലെ ശനിയുടെ സ്ഥിതിയും അവിടെ ആ ചൊവ്വയുടെ ദൃഷ്ടിയും വരും. പക്ഷേ അതേസമയം നമ്മൾ സംസാരത്തിൽ, പ്രത്യേകിച്ച് തൊഴിലിടത്തുള്ള സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പ്രകോപനപരമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നവരോട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊതുവേ നമുക്ക് ഹാർഡ് വർക്കിൻ്റെയൊക്കെ സമയമായിരിക്കും. അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം ജൂലൈ 10 ആകുമ്പോൾ ആ ചൊവ്വാഗ്രഹം കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട്. അപ്പം അത് സാമ്പത്തിക നേട്ടത്തിനും ധനവരവിനുമൊക്കെ പൊതുവേ നമുക്ക് 11-ലെ ചൊവ്വയും കേതുവൊക്കെ ഗുണം ചെയ്യുന്നു. എങ്കിലും സൗഹൃദങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും അതുപോലെ സോഷ്യൽ ഇൻ്ററാക്ഷനിലുമൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. കാരണം കഴിവതും നമ്മൾ ഈഗോ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം, ഈഗോ ക്ലാഷസ് ഒഴിവാക്കണം. അതുപോലെ നമ്മൾ കൂട്ടായ പ്രവർത്തനത്തിൽ ശ്രദ്ധ കൊടുക്കണം, ധർമ്മ പ്രവർത്തനത്തിൽ ശ്രദ്ധ കൊടുക്കണം. അമിത വാഗ്ദാനങ്ങളിലൊക്കെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരെങ്കിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം തരികയും ആ വാഗ്ദാനത്തിലൊക്കെ വീണു പോവുകയും അതുവഴി എന്തെങ്കിലുമൊക്കെ ചതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കഴിവതും നമ്മൾ ചതിയിലൊക്കെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കുന്നതിനും നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും ചിങ്ങരാശി നിൽക്കുന്ന കേതുവുമായിട്ട് ചൊവ്വയ്ക്ക് യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർ എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവർ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്യാധിപനാണ് ചൊവ്വ എന്ന് പറയുന്നത്. ഇപ്പം ജന്മരാശ്യാധിപനും 6-ാം ഭാവാധിപനുമാണ് ചൊവ്വ. ഇപ്പം ജന്മരാശ്യാധിപനും 6-ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ ഇപ്പോൾ അവരുടെ ഭാഗ്യസ്ഥാനത്ത് നീചരാശിയിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ജൂൺ 7 ആവുമ്പോൾ ആ നീചരാശിയിൽ നിന്നും ചൊവ്വ കർമ്മസ്ഥാനത്തേക്ക് ജൂൺ 7 രാശി മാറുന്നുണ്ട്. ജൂലൈ 28 വരെ ആ ചൊവ്വാഗ്രഹം കർമ്മസ്ഥാനത്ത് ഉണ്ടാവും. കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ 10-ൽ ചൊവ്വ വരിക എന്ന് പറയുമ്പം പൊതുവെ
തൊഴിലിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ദിഗ്ബലം ഉണ്ടാകുന്ന സമയം, ചൊവ്വയ്ക്ക് ദിഗ്ബലമുണ്ട്. തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. തൊഴിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം, കൂടുതൽ അധികാരമൊക്കെ വിനിയോഗിക്കുന്നതിനുള്ള ഒരു അവസരമൊക്കെ നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്ക് ഈ സമയം വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിടത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ സഹകരണം ഒക്കെ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പബ്ലിക് ഇമേജൊക്കെ കൂടുന്ന സമയമാണ്. അംഗീകാരം ഉണ്ടാകും. ചിലപ്പോൾ തൊഴിലിടത്ത് ആദരവിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ആ തൊഴിലിൽ തിരികെ പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ജന്മരാശിയാധിപനായിട്ടുള്ള ചൊവ്വ ആ 10 നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ജന്മരാശിയിൽ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ രാശിയാധിപൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഊർജ്ജസ്വലത ഉണ്ടാകും. ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു ശക്തി, ഒരു ബലമൊക്കെ നമുക്ക് ഉണ്ടാകും. അതുപോലെ നിർഭയം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് ഈ സമയത്തുണ്ടാകും. പൊതുവെ നമുക്ക് വീര്യവും ധൈര്യവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും. അതുപോലെ ഇടപെടുന്ന മേഖലയിലൊക്കെ തന്നെ നേതൃതലത്തിലേക്കൊക്കെ നമുക്ക് എത്തുന്നതിനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാകും. അതേസമയം ചൊവ്വ ഒരു ജന്മരാശിയിലേക്കൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമ്മൾ അഗ്രസീവ് ആകാതിരിക്കാൻ ചെയ്യണം. പ്രകോപനപരമായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ചൊവ്വ 4-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4-ാം ഭാവരാശിയിൽ രാഹു നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് വസ്തു സംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ ഗുണാനുഭവമൊക്കെ ഉണ്ടാകും. അത് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ഗുണാനുഭവം തരും. 4-ലെ രാഹുവും അതുപോലെ തന്നെ ചൊവ്വയുടെയൊക്കെ 4-ലെ ദൃഷ്ടി, അത്തരം കാര്യങ്ങൾക്ക് നല്ലതാണ്. മാതാവുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ഈ സമയത്ത് അവർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനോ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ കെയർ വേണം. പ്രത്യേകിച്ച് 4-ൽ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു, 4-ൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടും ഏകദേശം ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രകോപനപരമായിട്ട് സംസാരിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. കുടുംബകാര്യങ്ങളിലൊക്കെ ഒരു സംയമനമൊക്കെ നമുക്ക് വേണ്ട ഒരു സമയമാണ്. വീട്, വാഹനം ഇവയ്ക്കൊക്കെ ചില വാങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ചിലർക്കൊക്കെ വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കേടുപാട് തീർക്കുന്നതിനോ ഒക്കെയുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചൊവ്വ 5-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റീവ് തലത്തിൽ 5-ൽ ശനി നിൽക്കുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ മുൻകാല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ സ്പോർട്സിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മേഖലകളിലൊക്കെ തൊഴിൽ സാധ്യത ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൂട്ടണം. അതുപോലെ തന്നെ അവരുടെ ഭാവിയൊക്കെ ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണമൊക്കെ ഈ സമയത്ത് നടത്തുന്നത് ഗുണം ചെയ്യും. ആത്മീയ ചിന്ത, പ്രത്യേകിച്ച് 5-ലേക്കൊക്കെ ജന്മരാശിയാധിപനുള്ള ചൊവ്വ 5-ൽ ദൃഷ്ടി ചെയ്യുക, 5-ൽ ശനിയൊക്കെ നിൽക്കുക. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, ധ്യാനം, അതുപോലെ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് മാനസികമായിട്ടും കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ടെൻഷൻ കുറയ്ക്കുന്നതിന് സഹായകമാകും. ഇപ്പം ജൂലൈ 10 ആകുമ്പോൾ ആ ചൊവ്വാഗ്രഹം കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ട് പുരോഗതി ഉണ്ടാകും എങ്കിലും മറ്റ് നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം എങ്കിലും തൊഴിലിടത്ത് വർക്ക് പ്രഷർ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ കോവർക്കേഴ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു മിതത്വം വേണം. അതൊക്കെ നമുക്ക് തൊഴിൽപരമായിട്ടൊക്കെ സമാധാനം ഉണ്ടാകാൻ സഹായകമാണ്. അതുപോലെ തന്നെ കഴിവത് നമുക്ക് തൊഴിലിടത്ത് ഒഫീഷ്യൽ പൊളിറ്റിക്സ് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഒരു അനുകമ്പ മനോഭാവം, വിനയപൂർവ്വമുള്ള ഒരു സമീപനമൊക്കെ ഈ പ്രത്യേകിച്ച് കുജനും കേതുവുമായിട്ടൊക്കെ യോഗം ചേരുന്ന സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.